റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ കേരള. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എങ്ങനെയാണ് കേരളത്തിൽ ആരംഭിച്ചത് എന്നുള്ള കാര്യമാണ്. March 12, 1943, the Travancore State Broadcasting Station, the first radio station in Kerala, came into being. The studio was located at the old MLA quarters in Thiruvananthapuram. This station was inaugurated by Sri Chitra Tirunal Balarama Varma. മാർച്ച് 12, 1943 കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം നിലവിൽ വന്നത്. ആ സ്റ്റേഷൻ്റെ പേരെന്തായിരുന്നു? തിരുവിതാംകൂർ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം. എവിടെയാണ് ഇതിൻ്റെ സ്റ്റുഡിയോ സ്ഥാപിച്ചത്? MLA ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. ഈ സ്റ്റേഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുമായിരുന്നു. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം ഏതാണ്? ട്രാവൻകൂർ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനാണ്. മാർച്ച് 12, 1943 ഇത് നിലവിൽ വന്നത്. 2 hours of broadcasting on Friday evenings were aired by the station. എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ 2 മണിക്കൂർ വീതം പരിപാടികളാണ് ഈ സ്റ്റേഷനിൽ നിന്നും സംപ്രേഷണം ചെയ്തിരുന്നത്. April 1, 1950, the Travancore station merged with AIR network. ഏപ്രിൽ 1, 1950 ട്രാവൻകൂർ സ്റ്റേഷൻ AIRന്റെ ഭാഗമായി, ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായി. November 1, 1989, AIR's first FM station in Kerala, the Kochi station, began its broadcast. നവംബർ 1, 1989 ഓൾ ഇന്ത്യ റേഡിയോയുടെ കേരളത്തിലെ ആദ്യത്തെ നിലയം കൊച്ചിയിൽ നിലവിൽ വന്നു. ഓക്കെ, നവംബർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള പിറവിയാണ്, അത് ആലോചിച്ചാൽ മതി. കേരള പിറവി ദിനത്തിൽ 1989 നവംബർ 1 AIRന്റെ ആദ്യത്തെ FM സ്റ്റേഷൻ കേരളത്തിൽ നിലവിൽ വരുന്നത്. അത് ഏത് സ്റ്റേഷനാണ്? കൊച്ചി സ്റ്റേഷനാണ്. November 29, 2007, the first Malayalam private FM station, Radio Mango, operated by Malayalam Manorama, started broadcasting from Kozhikode. നവംബർ 29, 2007 മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ FM സ്റ്റേഷൻ കോഴിക്കോട് നിന്നും പ്രവർത്തനം ആരംഭിച്ചു. ഏതാണ് ഈ റേഡിയോ സ്റ്റേഷൻ? മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ FM സ്റ്റേഷൻ റേഡിയോ മാംഗോ ആണ്. റേഡിയോ മാംഗോ ഓപ്പറേറ്റ് ചെയ്യുന്നത് മലയാള മനോരമയാണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ റേഡിയോ മാംഗോ ആണ് മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ FM സ്റ്റേഷൻ. കോഴിക്കോട് നിന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്. നവംബർ 29, 2007. Okay, next we'll look at the broadcast technologies used by radio. റേഡിയോ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. റേഡിയോ മേക്സ് യൂസ് ഓഫ് 3 ടെക്നോളജീസ് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് പ്രോഗ്രാംസ്. അതിൽ ഫസ്റ്റ് വൺ AM ആണ്. AM എന്ന് വെച്ചാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. AM സ്റ്റാൻഡ്സ് ഫോർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇനി what are the features of this particular system or technology? This technology can cover a wide geographical area. That means programs can be transmitted to a wider distance. Okay, അതായത് AM ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ AM സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിപാടികൾ ദൂരസ്ഥലങ്ങളിലേക്ക് സംപ്രേഷണം ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി ദൂരം. ദിസ് വേവ്സ് ക്യാൻ ട്രാവൽ എ ലോങ് ഡിസ്റ്റൻസ്. അതിൻ്റെ സാങ്കേതിക വശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഏരിയയിലേക്ക്, ഒത്തിരി ദൂരത്തേക്ക് പരിപാടികൾ സംപ്രേഷണം ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് AMൻ്റെ പ്രത്യേകത. പക്ഷേ there will be interference of noise. ഈ ഒരു
ടെക്നോളജിയുടെ ഡിഫക്റ്റ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് എന്താണ്? നോയ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. റാൻഡം നോയ്സ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. അതാണ്. അപ്പോൾ നോയ്സ് എന്തായാലും AM-ൽ ഉണ്ടായിരിക്കും. സൗണ്ട് ക്ലാരിറ്റി വിൽ ബി ലോ. ഈ നോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് കുറവായിരിക്കും? ശബ്ദത്തിന് വ്യക്തത കുറവായിരിക്കും. ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി ബാൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രീക്വൻസി റേഞ്ച് എത്ര ആണെന്ന് നോക്കണം. 530 to 1700 kHz ആണ് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ another system is FM. FM എന്ന് പറഞ്ഞാൽ എല്ലാവരും പരിചിതമായിട്ടുള്ളൊരു വാക്കാണ്. FM റേഡിയോ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം ആണ് FM എന്നുള്ളത്. FM സ്റ്റാൻഡ്സ് ഫോർ ഫ്രീക്വൻസി മോഡുലേഷൻ. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദിസ് ടെക്നോളജി ക്യാൻ കവർ ഓൺലി എ സ്മോൾ ഏരിയ. അതായത് വളരെ ദൂരത്തേക്ക് പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഏരിയ മാത്രമേ കവർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ചെറിയ ഏരിയയിലേക്ക് മാത്രമേ സംപ്രേഷണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ പരിപാടികൾ. ബട്ട് ഇറ്റ് ഈസ് നോയ്സ് ഇമ്മ്യൂൺ. AM-ൻ്റെ വലിയൊരു പോരായ്മയാണ് അതിനകത്ത് ശബ്ദം, അതായത് നോയ്സ് ഉണ്ടാവും എന്നുള്ളത്. ശബ്ദമല്ല, നോയ്സ് ഉണ്ടാവും എന്നുള്ളത്. അതിനെ മറികടക്കാൻ സാധിച്ച ഒരു ടെക്നോളജിയാണ് FM എന്നുള്ളത്. ഇതിനകത്ത് എന്തുണ്ടാവില്ല? ദർ വിൽ ബി നോ നോയ്സ് ഇൻ FM ടെക്നോളജി. കേട്ടോ, ഇറ്റ് ഈസ് നോയ്സ് ഇമ്മ്യൂൺ ആണ്. ദെൻ സൗണ്ട് ക്ലാരിറ്റി വിൽ ബി ഹൈ ആൻഡ് ഇസ് 3 times better than AM. ശബ്ദത്തിന് വ്യക്തത വളരെ കൂടുതലാണ്. നോയ്സ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ശബ്ദത്തിന് വ്യക്തത വളരെ കൂടുതലാണ്. 3 times better than AM. AM-നേക്കാൾ 3 മടങ്ങ് ശബ്ദത്തിന് വ്യക്തത കൂടുതലായിരിക്കും ഏതിന്? FM ടെക്നോളജിക്ക്. ഇനി FM-ൻ്റെ ബാൻഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കൂ. അതിൻ്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് 88 to 108 MHz ആണ്. And this FM radio was invented by Edwin Armstrong. എഡ്വിൻ ആംസ്ട്രോങ് ആണ് ഇത് കണ്ടുപിടിച്ചത്, FM റേഡിയോ കണ്ടുപിടിച്ചത്. ആൻഡ് ഹി വൺ എ പേറ്റൻറ്റ് ഫോർ FM റേഡിയോ ഇൻ 1933. 1933 അദ്ദേഹത്തിന് FM റേഡിയോയ്ക്കുള്ള പേറ്റൻറ്റ് ലഭിച്ചത്. നെക്സ്റ്റ് ഇസ് DRM, ഡിജിറ്റൽ റേഡിയോ മുണ്ടിയാലി. Mondiali is an Italian term which means worldwide. This is actually a technology designed to overcome the shortcomings or limitations of the other two technologies, that is AM and FM. Amplitude modulation and frequency modulation. Okay, amplitude modulationൻ്റെയും ഫ്രീക്വൻസി മോഡുലേഷൻ്റെയും ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകളെ മറികടക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു ടെക്നോളജിയാണ് DRM എന്നത്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി റേഡിയോ സ്റ്റേഷൻസ് ആർ യൂസിങ് ദിസ് ടെക്നോളജി. BBC, വോയിസ് ഓഫ് അമേരിക്ക, ഇതെല്ലാം തന്നെ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് നോക്കാം. ദിസ് ടെക്നോളജി ക്യാൻ കവർ എ വൈഡ് ജിയോഗ്രഫിക്കൽ ഏരിയ. അതായത് ഇതിന് ഒരുപാട് ദൂരത്തേക്ക് പരിപാടികൾ സംപ്രേഷണം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് പ്രൊപ്പഗേഷൻ ഇസ് പോസിബിൾ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് നോയ്സ് ഇമ്മ്യൂൺ. നമ്മൾ പറഞ്ഞു AM-ൽ ലോങ് ഡിസ്റ്റൻസ് പറ്റുമായിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നോയ്സ് ഇൻ്റർഫിയറൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ DRM ആ ലിമിറ്റേഷനെ മറികടക്കാനായിട്ട് സാധിച്ചു. ലോങ് ഡിസ്റ്റൻസ് പ്രൊപ്പഗേഷൻ പോസിബിളാണ് വിതൗട്ട് നോയ്സ്. നോയ്സ് ഇമ്മ്യൂൺ ആണ് ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. അതുപോലെ സൗണ്ട് ക്ലാരിറ്റി ഈസ് ഹയർ. ശബ്ദത്തിന് വ്യക്തത വളരെ കൂടുതലാണ്. It can deliver FM comparable sound clarity on frequencies below 30 MHz. അതായത് 30 MHz എന്നൊക്കെ പറയുന്ന ഫ്രീക്വൻസി ലോങ് വേവ് ട്രാൻസ്മിഷൻ ഉള്ളതാണ്. ഓക്കെ, അതായത് ദൂരേക്ക് പരിപാടികൾ സംപ്രേഷണം ചെയ്യാനുള്ളതാണ് ഈ 30 MHz താഴെയുള്ളൊരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ഫ്രീക്വൻസിയിൽ പോലും FM-ന് തുല്യമായ ശബ്ദ വ്യക്തതയോടുകൂടെ പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് DRM എന്നത്. ഇതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 909 kHz to 26.06 MHz. കേട്ടോ, 30 MHz താഴെയാണ്. കണ്ടോ? അപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് ടെക്നോളജീസിൻ്റെയും ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ പോരായ്മകളെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് DRM എന്നത്. ഓക്കെ, ഹോപ്പ് ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു.